മുൻ വൈദ്യുതി മന്ത്രി എം മണിയുടെ സ്റ്റാഫ് അംഗങ്ങൾ കെസിബിയുടെ മൂന്നാർ ചിത്തിരപുരത്തുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ അനധികൃതമായി താമസിച്ചതിലൂടെ ബോർഡിന് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ട്. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ടും MLA എന്ന നിലയിലും മണിയുടെ സ്റ്റാഫ് ഈ സർക്കാർ സൗകര്യം ദുരുപയോഗം ചെയ്തതെന്നാണ് ആരോപണം. ചിത്തിരപുരം IBയിലെ ഒരു മുറി സ്ഥിരമായി ഉപയോഗിച്ച് നിയമവിരുദ്ധമാണെന്നും ഇത് KCBക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നും ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് രേഖകൾ പ്രകാരം സ്റ്റാഫ് അംഗങ്ങളുടെ അനധികൃത താമസം മൂലം KCBക്ക് 3.96 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. ഈ തുക പൂർണ്ണമായും ഈടാക്കണമെന്നും ഓഡിറ്റ് റിപ്പോർട്ട് നിർദ്ദേശിച്ചെങ്കിലും KCB പിന്നീട് ഇളവുകൾ അനുവദിച്ച് റിപ്പോർട്ടുകൾ പ്രകാരം വെറും 95,840 രൂപയും അതിനുമേലുള്ള പലിശയും മാത്രമാണ് പിന്നീട് ഈടാക്കിയത്. KCBയുടെ നിലപാടുകളെ മറികടന്നാണ് ഈ ഇളവുകൾ അനുവദിച്ചതെന്നും വിമർശനം. മുൻമന്ത്രിയുടെ സ്റ്റാഫ് താമസിച്ചിരുന്ന കാലയളവിൽ വർക്കേഴ്സ് അസോസിയേഷൻസ് വാടക ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് KCB ചെയർമാൻ ഇളവുകൾക്ക് അനുമതി നൽകിയത്. എം മണി 1240 ദിവസമാണ് വൈദ്യുതി മന്ത്രിയായിരുന്നത്. ഇതിൽ 1237 ദിവസവും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഈ മുറിയിൽ താമസിച്ചതായാണ് നിഗമനം. 3 ദിവസം മാത്രമാണ് ഈ മുറി മറ്റുള്ളവർക്ക് ബുക്ക് ചെയ്തതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ഇതിന് പ്രതിദിനം 30 രൂപ നിരക്കിൽ 37,110 രൂപയാണ് നൽകേണ്ടിയിരുന്നത്. ഇത്തരത്തിലുള്ള അനധികൃത താമസങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക തിരിച്ചടി ഉണ്ടാകുന്നതാണെന്ന് ധാർമ്മികമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മുൻമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങൾ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിനു ശേഷവും സർക്കാർ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് നിയമപരമായും ഭരണപരമായും പരിശോധിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും നിരീക്ഷകർ ആവശ്യപ്പെടുന്നു.